അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സമസ്തയിൽ പൊട്ടിത്തെറി, നിങ്ങൾക്കെന്തു പറയാനുണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് ചെയ്യും നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു മതസംഘടന, സമസ്ത ഒരു മതസംഘടന, ആ മതസംഘടന എങ്ങനെയൊക്കെ പിളർത്താൻ പറ്റും, എങ്ങനെയൊക്കെ അതിനെ നശിപ്പിക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നടക്കുന്ന ഇത്തരം ആളുകളെ നാം കണ്ടില്ലെന്ന് വെക്കരുത്. ഗൗരവത്തോടെ നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്താണ് ഇത്തരം ആളുകളൊക്കെ ചെയ്തു കൂട്ടും? മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആ മുഷാവറ കഴിഞ്ഞ ഉടനെ പത്രക്കാരോട് പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്ക്. നിങ്ങൾ പങ്കെടുത്തില്ല. അപ്പൊ അതിന്റെ മലപ്പുറത്ത് പറഞ്ഞല്ലോ. ഇനിയിപ്പോ അങ്ങനെ അത് വീണ്ടും തുടരുന്നത് നിർത്തി വെച്ചിട്ടില്ലാന്നല്ലേ? അത് പിന്നെ അടുത്ത് നടത്തുന്നല്ലേ പറഞ്ഞത്. അല്ല, അതൊക്കെ നമ്മൾ അതിന്റെ ഒരു നല്ല നിൽക്കാനെല്ലാം തീരുമാനിക്കുന്നു അന്ന് അവിടുന്ന് പറഞ്ഞല്ലേ ഞാൻ. കിടിലോൽക്കരം, എന്തൊരു മറുപടി! ഇതാണ് ആർജവം, തൻ്റെ ഇടമുള്ള നേതാവ്. പക്ഷേ ഈ തൻ്റെ ഇടമുള്ള നേതാക്കളെ എങ്ങനെയൊക്കെ സമൂഹത്തിൽ വഷളാക്കാൻ പറ്റും എന്നാണോ ഈ നദിവിമാരും പൂക്കോട്ടൂരുമാരൊക്കെ ആലോചിക്കുന്നത്? ഏതൊരു സംഘടനയാണെങ്കിലും ആ സംഘടനയുടെ ഉള്ളിൽ നടന്ന അടച്ചിട്ട റൂമിൽ നടക്കുന്ന ചർച്ചകളൊക്കെ പുറം ലോകത്തേക്ക് അവിടെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്ന് പത്രമാധ്യമങ്ങളോടൊക്കെ തുറന്നു പറയുന്ന ഇതുപോലെയുള്ള ആളുകളെ എന്തു വേണം നമ്മൾ പറയാൻ? നിങ്ങളൊക്കെ പറഞ്ഞല്ലോ 89 വണ്ടി കയറ്റുന്ന അന്ന് മഹാനായ ഷെയ്ഖുന എ.പി. ഉസ്താദും മുള്ളാൾ തങ്ങൾ പാപ്പയും ആ എടുത്ത തീരുമാനം അത് ശരിയാണ്, കറക്റ്റാണ് എന്ന് ദിനം പ്രതി നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയും, എന്തിനാ ഇങ്ങനൊക്കെ ഈ സമയത്ത്? ഞങ്ങൾ ആഘോഷിക്കല്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ആളുകൾ ഓർമ്മയുണ്ടോ സാഹിബെ? ഗാലറിയിൽ നിന്ന് കളി കാണുന്ന ആളുകള്, ഞങ്ങളെങ്ങാനും ഇങ്ങനെ കളി കാണാൻ വേണ്ടി ഗാലറിയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ കളി വേറെയാകും. സമസ്തയുടെ ആദർശം ഇവിടെ മുന്നോട്ടും അത് മുന്നിൽ തന്നെ നിൽക്കണം. അതിനെതിരെ ശബ്ദിക്കുന്ന ബിദ്അത്തിന്റെ ആളുകളെ, അതിന് പേറി നടക്കുന്ന ആളുകളെ വലിച്ചു പുറത്തേക്ക് എറിയണം. ഒരു സംശയം ആ വിഷയത്തിൽ വേണ്ട. സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുമ്പോ ഈ സംഘടന പേര് പോലും ഉണ്ടാവാൻ പാടില്ല. എന്തൊക്കെ പ്രസംഗങ്ങളായിരുന്നു! മഹാനായ എ.പി. ഉസ്താദും മുള്ളാൾ തങ്ങൾ പാപ്പയും ഈ പണ്ഡിതന്മാരെ പിന്നിൽ നമ്മൾ അണിചേർന്നു എന്നതുകൊണ്ട് നമുക്ക് ഒരാളെ മുമ്പിൽ മുഖം താഴ്ത്തി നടക്കേണ്ടി വരില്ല എന്ന സത്യം നമുക്ക് ബോധ്യമായി കൊണ്ടിരിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർക്കും ഉസ്താദുമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കട്ടെ. ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.